ഇത് കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ആട്ടോ. ഞാൻ ഇതൊരു തവണ അപ്ലോഡ് ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരു കുറച്ച് ഭാഗം ചെടി നടുന്ന ഭാഗം മാത്രം. അന്ന് തന്നെ ഞാനൊരു 2-3 ടൈപ്പ് സംഭവങ്ങൾ തയ്ക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടെല്ലാം റെഡിയാക്കിയതായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഒരു കുറച്ച് ഭാഗം എടുക്കാൻ പറ്റുള്ളൂ. ഭയങ്കര തിരക്കായിട്ട് തയ്ച്ചിട്ട്, അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ അന്ന് ആദ്യം വന്നപ്പം ചെടി നട്ടു. പിന്നെ ദാ ഈ ഒരു ഓർഗൻസയുടെ മെറ്റീരിയൽ വെച്ചിട്ടൊരു ഫ്രോക്ക് തയ്ക്കാനുണ്ടായിരുന്നു. കുറച്ച് വലിയ കുട്ടിക്കായിരുന്നു കേട്ടോ. മോളുടെ ഫോട്ടോ ഒന്നും ഞാൻ ചോദിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫോട്ടോ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാനത് ഫോട്ടോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇത് തയ്ച്ചു കൊടുത്തു. പിന്നെ വേറൊരു ചുരിദാറുണ്ടായിരുന്നു, 2 പാവാടയും ബ്ലൗസും. അന്ന് തന്നെ തീർക്കാനുള്ളതായിരുന്നു ഇതെല്ലാം. അപ്പോൾ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ചെയ്തു, പക്ഷേ നടന്നില്ല കേട്ടോ. പിന്നെ ഞാനത് കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ പോയിട്ട് 2 പാവാടയും ബ്ലൗസിൻ്റെ പണി കുറച്ച് ഞാൻ വീട്ടിൽ പോയാണ് ചെയ്തത്. കുറച്ച് ഭാഗം കടയിലിരുന്നും തയ്ച്ചു. അങ്ങനെ വീട്ടിലും കടയിലൊക്കെ ആയിട്ടാണ് അതൊക്കെ കംപ്ലീറ്റ് ആക്കിയത്. അപ്പോൾ അതുകൊണ്ട് തിരക്ക് പിടിച്ച് ചെയ്തതുകൊണ്ട് 2 ദിവസവും നല്ല തിരക്കായിരുന്നു കേട്ടോ. കുറച്ചധികം ഉണ്ടായിരുന്നു തീർക്കാൻ. അതിനിടയ്ക്ക് കറണ്ട് ഇല്ലായ്ക ഭയങ്കര പ്രശ്നമായിപ്പോയി. അങ്ങനെ കുറേ പാട് വന്നു എനിക്ക് തീർക്കാനായിട്ട്. ഒന്നാമത് ഒറ്റയ്ക്കേ ഉള്ളൂ. അതിനിടയ്ക്ക് വീഡിയോയുടെ കാര്യങ്ങളെല്ലാം നമുക്ക് നടക്കില്ല. അതുകൊണ്ട് ഈ ഒരു ഫ്രോക്കിൻ്റെ തയ്ച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ ഒരെണ്ണം എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല കേട്ടോ. അന്നത്തെ ദിവസമല്ല, സെക്കൻഡ് ഡേയിൽ ഞാൻ കടയിൽ നിന്ന് 12 മണിയായപ്പോഴാണ് കട അടച്ചത് തന്നെ, രാത്രിയിൽ. അപ്പം അന്നേരം എനിക്കിതൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. അതിനുള്ളൊരു മൂഡിലല്ലായിരുന്നു ഞാൻ. അതുകൊണ്ട് കട്ടിങ് ഇത്രയും കുറച്ച് ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ ഒരു ഫോട്ടോ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ വേറെ വീഡിയോ ഒക്കെ എടുക്കാം. പിന്നെ എനിക്ക് ഈ ആഴ്ചയും നല്ല തിരക്കാണ്. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കാണ്. അപ്പോൾ അതൊക്കെ തീർത്ത് കൊടുക്കണം. കുറേ ഉണ്ട്. കുറേ ദിവസം തുറക്കാതിരുന്നതിൻ്റെ ക്ഷീണം വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചിലരോടൊക്കെ ഞാൻ പറഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് നിർത്തിയേക്കോട്ടോ. ഇത് കണ്ടോ, തയ്ക്കണതിൻ്റെ തുടക്കം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ പാവാട ബ്ലൗസിന് 2 കുഞ്ഞു പിള്ളേർക്ക്, ചേച്ചിക്കും അനിയത്തിക്കും ഒരേപോലത്തെ ഒരു സാരി അവർ ഓർഡർ ചെയ്ത് വരുത്തിയതായിരുന്നേ. മെറൂൺ കളറ് സാരി ഓർഡർ ചെയ്ത് വരുത്തി. അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓണത്തിന് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ അതും തയ്ച്ചു കൊടുത്തു കേട്ടോ. അതിൻ്റെയും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ചെറുതായിട്ട് പ്ലേറ്റ്സൊക്കെ എടുത്തതിൻ്റെ മാത്രം വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ. കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ. എനിക്ക് യൂട്യൂബ് തുടങ്ങി പിന്നെ ഒത്തിരി പേര് മെസ്സേജ് അയക്കാറുണ്ട്. ചിലരൊക്കെ വിളിച്ചിട്ടുണ്ട്. എപ്പോഴും വിളിക്കാറില്ല, വല്ലപ്പോഴൊക്കെ ആരെങ്കിലുമൊക്കെ വിളിക്കും. അതൊക്കെ സന്തോഷമാണ്. പിന്നെ കുറച്ച് മെസ്സേജുകൾ കണ്ടു, മോഡൽസൊക്കെ നല്ലത് ഇറക്കാൻ പറഞ്ഞുകൊണ്ട്. സമയം ഒട്ടും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. കുറേ പേര് എന്തിൻ്റെയൊക്കെയോ എനിക്ക് തയ്ക്കണ വീഡിയോ ഇടാവോ എന്നൊക്കെ കുറേ ഏതൊക്കെയോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നും നടക്കണില്ല. ആർക്കും ദേഷ്യവും പിണക്കമൊന്നും ഉണ്ടാവരുത്. ഞാൻ ഒറ്റയ്ക്ക് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. അപ്പം എനിക്കതൊന്നും നടക്കണില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇട്ട് തൃപ്തിപ്പെടുന്നത്. എനിക്കിതറിയാം, ഇത് വെറുതെ ഇട്ടിട്ട് കാര്യമില്ലയെന്ന്. പക്ഷേ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. വീഡിയോ ഒക്കെ നല്ല നല്ല വീഡിയോസൊക്കെ എടുത്ത് ഞാൻ ഇടയ്ക്ക് ഇട്ടോളാം. അതിനുള്ള കുറേ സമയമില്ല, എനിക്കൊട്ടും സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ്. തയ്ക്കാൻ ഒരുപാടുണ്ടെന്ന് വെച്ചാൽ ഈ ഒറ്റയ്ക്കും കൂടെ ഉള്ളതുകൊണ്ട് കയ്യിൽ നിൽക്കില്ലാത്ത അവസ്ഥയാണ്. വേറൊരാളെ നിർത്താനും എനിക്കത്ര തോന്നുന്നില്ല. അതുകൊണ്ടാണേ. അപ്പം ഇതാ 2 കുഞ്ഞുങ്ങൾക്ക് തയ്ച്ച പാവാടയും ബ്ലൗസ്. ഇതാ ഞാൻ ഫോട്ടോ ഒന്നും ചോദിച്ചില്ല കേട്ടോ. അങ്ങനെ എല്ലാവരോടൊന്നും ഫോട്ടോ ചോദിക്കാറില്ല. ചോദിച്ചാൽ ഇട്ട് തരുമായിരിക്കും കുഞ്ഞുങ്ങളുടെ. ഇവിടെ വെച്ച് ഇട്ട് നോക്കിയപ്പം ഞാൻ 2 എടുത്താലും മതിയായിരുന്നു. അതൊന്നും ഞാൻ ചെയ്തില്ല. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ബൈ.